പാലായും പൂഞ്ഞാറും പിടിക്കാൻ PC ജോർജിനെയും ഷോൺ ജോർജിനെയും രംഗത്തിറക്കാൻ BJP. പാർട്ടി പറഞ്ഞാൽ പാലായിൽ മത്സരിക്കുമെന്നും ഇനി മത്സരിക്കാൻ പറഞ്ഞാൽ മറുത്തൊന്നും പറയില്ല എന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ഷോൺ ജോർജ് 24-നോട് പറഞ്ഞു. അല്ല, പാർട്ടി മുന്നോട്ട് വെച്ച തയ്യാറാണോ എന്ന് ചോദിക്കാൻ എനിക്ക് അനുവാദമില്ല. ഞാൻ ഈ പദവിയിലിരിക്കുമ്പോൾ ഞാൻ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്. എന്നോട് പറഞ്ഞാൽ അനുസരിക്കാൻ, ഇവിടെ നിന്നല്ല എവിടെ പോയി മത്സരിക്കാൻ പറഞ്ഞാലും അതനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എന്നോട് അഭിപ്രായം ചോദിച്ചിട്ട് പാർട്ടി തീരുമാനം എടുക്കാൻ എന്നെ ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതല ഈ പാർട്ടിയെ ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. പൂഞ്ഞാറിൽ വിജയത്തിന് താൻ മത്സരിക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്ന് PC ജോർജും 24-നോട് പറഞ്ഞു. പൂഞ്ഞാറ് ജയിക്കാൻ ഞാൻ മാത്രം നിന്നാലേ പറ്റൂ എന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ പാർട്ടി നിർദ്ദേശിച്ചാൽ ഞാൻ ചിലപ്പോൾ നിൽക്കേണ്ടി വരും. എങ്കിലും കഴിയുമെങ്കിൽ ഞാൻ നിൽക്കുന്ന പ്രശ്നമില്ല. കാരണം ഇനിയും മതി, മകൻ MLA ആയിട്ട് വരും. പിന്നെ ഞാനും കൂടെ ആ കൂടത്തിൽ പോയി അവിടെ ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല. ടോബി ജോൺസൺ ചേരുന്നു. ടോബി, PC ജോർജിന്റെ പ്രശ്നം മകൻ എന്തായാലും ജയിച്ച് MLA ആകുമ്പോഴത്തേക്ക് താനും MLA ആയി പോയി ഒരു നിയമസഭയിൽ 2 MLA വേണ്ട എന്നതൊക്കെയാണ്. എന്തായാലും അതൊക്കെ പ്രതീക്ഷയുള്ള ആഗ്രഹങ്ങളൊക്കെയാണ്. ആഗ്രഹിക്കാം. അച്ഛനും മകനും സീറ്റ് കൊടുക്കുമോ BJP? ടോബി, മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി പ്രവിത. എന്തായാലും അതിനുള്ള സാധ്യതകൾ വിദൂരമല്ല, അതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം നിലവിൽ ഷോൺ ജോർജ് പാലായിൽ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം 99% തീരുമാനമായിട്ടുണ്ട്. പൂഞ്ഞാറിൽ ആര് എന്നുള്ള ചോദ്യം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ PC ജോർജിന് തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് വന്ന സ്ഥാനാർത്ഥിയാണ്. 41,000 വോട്ടുകൾ നേടി. അതോടൊപ്പം 29% വോട്ടാണ് നേടിയത്. അദ്ദേഹം അന്ന് ജനപക്ഷമായിട്ടാണ് അദ്ദേഹം മത്സരിച്ചത്. അങ്ങനെ UDF-നെ പിന്തള്ളി 2ാം സ്ഥാനത്തേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സാധ്യത ഇപ്പോഴും കൽപ്പിക്കുന്നത് PC ജോർജിന് തന്നെയാണ്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് പാലായിൽ ഷോൺ ജോർജും അതുപോലെ തന്നെ പൂഞ്ഞാറിൽ PC ജോർജും മത്സരിക്കുമെന്ന് തന്നെയാണ് ഏകദേശ ധാരണയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി വന്നു കഴിഞ്ഞാൽ അത് രണ്ടിനും തയ്യാറാണ്. അതായത് ഞങ്ങൾ രണ്ടുപേരും മത്സരിക്കാൻ തയ്യാറാണെന്നുള്ള പ്രതികരണമാണ് അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ചത്. ഇന്നലെ ഈ പ്രതികരണങ്ങൾ നമ്മൾ തേടുമ്പോൾ പാലായിൽ ഒരു നേതൃയോഗം NDA വിളിച്ചു ചേർത്തിരിക്കുകയായിരുന്നു. ആ നേതൃയോഗത്തിന് ചുക്കാൻ പിടിച്ചത് ഷോൺ ജോർജാണ്. അതുപോലെ തന്നെ ഷോൺ ജോർജ് അതുപോലെ PC ജോർജും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പൂഞ്ഞാറിന്റെ ഭാഗമായിട്ടുള്ള പല സ്ഥലങ്ങളും ഇപ്പോൾ പാലാ മണ്ഡലത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ പാലായിൽ ഒരു വലിയ വിജയത്തിലേക്ക് പോകാൻ BJPക്ക് NDAക്കും സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ താഴെത്തട്ടിൽ കളമൊരുക്കുകയാണ് BJP പാലായിൽ. അതോടൊപ്പം തന്നെയാണ് പൂഞ്ഞാറിലും ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത്. ഏതായാലും ഷോൺ ജോർജിനും PC ജോർജിനും തന്നെയാണ് പാലായിലും പൂഞ്ഞാറിലും ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് പോയി സീറ്റ് പ്രഖ്യാപനം വരുമ്പോൾ, ആദ്യഘട്ട സീറ്റ് പ്രഖ്യാപനം വരുമ്പോൾ തന്നെ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ തന്നെ ഇവരുടെ പേരുകൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. PC ജോർജ് പറഞ്ഞതുപോലെ തന്നെ ഒരു വീട്ടിലേക്ക് 2 MLA വേണ്ട, താൻ മാറി നിൽക്കാൻ തയ്യാറാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരും മത്സരരംഗത്ത് കാണാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഹാഷ്മി പ്രവിത, എന്തായാലും ആ ഒരു പ്രതീക്ഷ PC ജോർജ് ഷോൺ ജോർജ് പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല ഇനിയിപ്പോൾ BJP അതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്കൊക്കെ കടക്കുകയോ ആണോ ഹാഷ്മി? എന്നാൽ ഷോണിന് ടിക്കറ്റിന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. PCക്ക് ടിക്കറ്റ് ഉണ്ടോ എന്നാലും നമുക്കറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും അങ്ങനെയാണെങ്കിൽ അത് ഒരു കൗതുകം കൂടിയായിരിക്കും. ഒരു വീട്ടിൽ 2 നിയമസഭാ ടിക്കറ്റ് എന്നൊക്കെ പറയുന്ന ഒരു കൗതുകമായിരിക്കും. എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് കണ്ടിരുന്ന് കാണാം അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.